ഹലോ ഫ്രണ്ട്സ്, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. ഈ ഒരു ഇയർ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാനൊരു ഡിവൈൻ മെസ്സേജും ഒരു ഏഞ്ചൽ ഗൈഡൻസും ഒന്നും നിങ്ങൾക്ക് തന്നില്ല. എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യണമെന്ന്. ഞാനൊരു വീഡിയോ എടുത്തിട്ടും ഉണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ വീട്ടിലാകുമ്പോൾ വൈഫൈ ആയതുകൊണ്ട് പെട്ടെന്ന് ലോഡായിട്ട് കയറും. പുറത്തുനിന്ന് അത് പറ്റിയില്ല. അപ്പോൾ ഞാനത് പ്രിപ്പയർ ചെയ്തത് നാളെ ന്യൂ ഇയർ എന്ന രീതിക്കായിരുന്നു. അപ്പോൾ പിന്നീട് അത് ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുത്ത കാർഡ്സ്, കിട്ടിയ കാർഡ് ആദ്യം ഞാൻ വിചാരിച്ചു പറയണ്ടെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് എടുത്തതല്ലേ, അപ്പോൾ എന്തായാലും നിങ്ങളോട് അതൊന്ന് പറഞ്ഞേക്കാമെന്ന്. അപ്പോൾ ഈ ഒരു 3 കാർഡാണ് എനിക്ക് കിട്ടിയിരുന്നത്. നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയത് ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു തുറന്ന കയ്യിലിരിക്കുന്ന ഒരു കപ്പാണ്. അപ്പോൾ അതായത് തുറന്ന കയ്യിലിരിക്കുന്ന കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് യൂണിവേഴ്സ് നമുക്ക് തരുമ്പോൾ അത് സ്വീകരിക്കുക, അല്ല നമ്മളത് ലേറ്റാക്കി കഴിഞ്ഞാൽ ഇതൊരു വിത്താണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് ഇത് തരുന്നുണ്ട്, പക്ഷേ ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. അപ്പോൾ തുറന്ന കൈയോടെ തരുന്നതെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേഗം തന്നെ തരുമ്പോൾ തന്നെ അത് മേടിക്കുക, അതാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് പിന്നെയും ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമുക്ക് പിന്നെയും ടൈം എടുത്താലും നമുക്കത് കണ്ടുപിടിച്ച് അതിലേക്ക് എത്താം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ പെട്ടെന്ന് യൂണിവേഴ്സിൽ നിന്ന് തരുമ്പോൾ തന്നെ നമ്മളത് സ്വീകരിക്കണം. അപ്പോൾ ഈ കപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു റിലേഷനെയാണ് അത് ഇതാവുന്നത്, നിങ്ങൾക്കൊരു ഇഷ്ടം, അതാണ് ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്കൊരു നഷ്ടപ്പെട്ടു പോയൊരു റിലേഷൻഷിപ്പിനുള്ളൊരു റീയൂണിയൻ പോസിബിളാണ് ഈ ഒരു വർഷം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അല്ലാത്തവർക്കാണെങ്കിൽ പുതിയൊരു ഇഷ്ടം തോന്നാനുള്ള ഒരു ടൈമാണ് 2026. അത് ഇഷ്ടമെന്ന് വെച്ചാൽ എന്തോ ആവാട്ടോ, നമുക്കൊരു വീട് വാങ്ങുന്ന ഒരു ഇഷ്ടം ആയിക്കോട്ടെ, നമുക്കൊരു കാറ്, അങ്ങനെയൊക്കെ നമ്മളുടെ എന്തോ ഒരു ഇഷ്ടം, അതിനുള്ള ഒരു ടൈമാണ് ഈ 2026 എന്നാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ എന്താണ് 2026 എങ്ങനെയായിരിക്കും എന്ന് വെച്ചപ്പോൾ ടവറാണ് വന്നത്. ടവർ കാർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്തോ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അറിയാതെ ഇത്ര കാലം അറിയാതിരുന്ന ഒരു കാര്യം നമുക്കത് മനസ്സിലാക്കി തരുന്ന ഒരു വർഷമാണ് 2026 എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെയല്ല. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഓൾറെഡി കാണിച്ചു തന്നു അല്ലേ, ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നു നിങ്ങൾക്ക് ഇങ്ങനൊരു ഇതുണ്ട്, 2026 ഇങ്ങനൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തിരിച്ചടി നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്കിത് മുൻകൂട്ടി കാണിച്ചിരുന്ന എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളത് ശ്രദ്ധയോടെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ട് നിങ്ങളെടുക്കുക, ഇതിനെ നെഗറ്റീവായിട്ട് കാണണ്ട. നിങ്ങൾ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തേക്കുക. കാരണം ഒരു തിരിച്ചടി നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണ്. അപ്പോൾ നമ്മൾ ആരുമായിട്ട് ഒരു ബന്ധം തുടങ്ങുമ്പോഴോ ഇപ്പോൾ ഇത് ബ്രേക്കായി പോയിട്ടുള്ളൊരു റിലേഷനാണെങ്കിൽ നമ്മളിപ്പോൾ ഇത്ര കാലം നമ്മൾ ചിലപ്പം ട്രൂ ആയിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ഫുൾ 100% നമ്മൾ കൊടുത്തിട്ടായിരിക്കും നിന്ന്. അപ്പോൾ ഇനി ഒരു റീയൂണിയൻ വരുമ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കേണ്ടതെന്നല്ല, പക്ഷെ നമ്മളൊരു മൈൻഡിൽ അതൊന്ന് വെച്ചേക്കുക. കാരണം നമുക്ക് ഒരു തിരിച്ചടിക്കൊരു ചാൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ 100% ആ ഒരു വ്യക്തി പോയാൽ നമ്മൾ തകർന്നു പോകുന്ന രീതിയിലൊന്നും നമ്മളവരെ സ്നേഹിക്കാനോ കെയർ ചെയ്യാനോ പോകണ്ട. നമ്മളെപ്പോഴും സെൽഫ് ലവ് ചെയ്യുക, നമുക്ക് വേണ്ടി നമ്മളൊരു സ്പേസ് കണ്ടെത്തുക. അവർക്ക് വേണ്ടി നമ്മൾ ഇത്രയും വർഷം കണ്ടെത്തി ഇപ്പോൾ കൊടുത്ത സമയത്തിൽ നമ്മളെ മറന്നിട്ടുണ്ട് പലപ്പോഴും. അപ്പം നമ്മളിപ്പോൾ ഇനി അവർ തിരിച്ചു വരുമ്പോൾ അവരെ സ്നേഹിക്കുക, എല്ലാ രീതിയിലും മുമ്പോട്ട് പോവുക. പക്ഷേ നമുക്കൊരു സ്പേസ് കണ്ടെത്തുക, നമ്മുടെ കാര്യങ്ങൾക്ക്, നമ്മൾ സെൽഫ് ലവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ എന്ന് വിചാരിച്ച് അടി ഉണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ അല്ല കേട്ടോ പറയുന്നത്. പിന്നെ ഈ ഒരു ഇതിലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പഴയ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾക്കിത് യൂണിവേഴ്സ് നിങ്ങൾക്കിത് കൊണ്ടുവന്ന് തരുന്നു എന്നേ പറഞ്ഞോളൂ. അപ്പോൾ ഇപ്പം ബ്രേക്കൊക്കെ ആയ റിലേഷൻ ആണെങ്കിൽ നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ പുതിയതാണെങ്കിലും ആ സെയിം കാര്യം കേട്ടോ, നിങ്ങൾ 100% പുതിയൊരു ലവോ റിലേഷനൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീടൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം,
മൊത്തം നിങ്ങൾ അതെന്ന് പറഞ്ഞിട്ട് നടക്കാതെ നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് വേണ്ടി സ്പേസ് കണ്ടെത്താനാണ് പറഞ്ഞത്. പിന്നെ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഒക്കെ ആയ റിലേഷനാണെങ്കിൽ നിങ്ങൾ പഴയ കാര്യങ്ങൾ അവരിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ ഈ 2026 റീയൂണിയൻ എന്ന് പറയുമ്പോൾ അവരായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നാവാനുള്ളൊരു ചാൻസൊക്കെ മുമ്പിൽ വരിക ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് എടുത്ത് കളയരുത്. കാരണം യൂണിവേഴ്സ് ഇത് നിങ്ങൾക്ക് തരുമ്പോൾ അത് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ വേണമെന്നാണെങ്കിൽ നിങ്ങളത് പഴയ കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. ഇന്നലെ വരെ എന്തോ ആയിക്കോട്ടെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക. നിങ്ങൾക്ക് ഇടയിൽ എന്ത് പ്രശ്നങ്ങളോ വഴക്കോ വരുമ്പോഴും നിങ്ങൾ ആ പഴയ ഒരു മാറ്റർ നിങ്ങൾ എടുത്തിടരുത്. അതാണ് പഴയ കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഗ്യാപ്പ് കൂടത്തേ ഉള്ളൂ, അത് കുറയില്ല. അപ്പം നിങ്ങൾ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതൊക്കെയാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എംപറർ കാർഡാണ് വന്നത്. എംപറർ കാർഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇതൊരു ചക്രവർത്തിയാണ്, അതല്ലേ, രാജ്യം ഭരിക്കുന്നൊരു ചക്രവർത്തി. അപ്പോൾ ആ ഒരു ചക്രവർത്തി സ്ഥാനമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ ആവാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട വ്യക്തി, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി സ്ഥാനത്താണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ലീഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ. അപ്പം ഫുൾ ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തിയെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഏരീസ് അതിലൊക്കെ ഉള്ള വ്യക്തികൾ, മേടം, അങ്ങനത്തെ രാശിക്കാർക്കൊക്കെ ഇതാട്ടോ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതിൽ പെടും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു കാർഡ് നിങ്ങളോട് ഈ 2026 ഫോക്കസ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് ഈ കാർഡ് കിട്ടിയത്. അപ്പോൾ ഒരു ഘടന ഉണ്ടാക്കാനാണ് പറയുന്നത്. അതായത് ഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരണം. അതായത് നിങ്ങൾ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ മുമ്പോട്ട് പോവുക. കഴിഞ്ഞ വർഷം നിങ്ങൾ ചിലപ്പം എന്താ പറയുക, ഒരു ഡിസിപ്ലിൻ ഇല്ലാതായിരിക്കും നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ഓരോ കാര്യത്തിനും നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് നല്ല രീതിക്ക് ഡിസിപ്ലിനോട് കൂടെ മുമ്പോട്ട് പോകണം എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റീഡിങ് നല്ലതായിട്ട് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് എങ്ങനെയെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ മുമ്പോട്ട് പോവുക. അപ്പോൾ അത്രയാണ് ഇന്നലത്തെ നിങ്ങൾക്കുള്ള ഒരു ന്യൂ ഇയർ അഡ്വൈസ് എന്ന് പറയാനുള്ളത്. ഇന്ന് നമുക്ക് ഒരു ഏഞ്ചൽ ഗൈഡൻസ് നോക്കാം. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ഏഞ്ചൽസ് ഗൈഡൻസ് എന്ന് പറയുന്നത്. ലുക്ക് ഫോർ എ സൈൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഗൈഡൻസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ലുക്ക് ഫോർ എ സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യങ്ങളുണ്ടാവും അല്ലേ, യൂണിവേഴ്സിനോട് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും എൻ്റെ ലൈഫിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് നിങ്ങളുടെ ഏഞ്ചൽസിന് ഒരു സ്പെഷ്യലായിട്ടുള്ള, ഭയങ്കര ഒരു വെരി സ്പെഷ്യൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരു സ്പെസിഫിക് ആൻസർ എന്ന് പറയുകയാണെങ്കിൽ ഒരൊറ്റ ഉത്തരം തന്നെ ഉണ്ട്, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഉത്തരം തന്നെ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോടുണ്ടെന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങളുടെ ഈ ഒരു ചോദ്യം അത്രയും ഒരു സ്പെഷ്യലായിട്ട് അവർ ഏറ്റെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ മുമ്പിലേക്ക് വരും. അപ്പോൾ നിങ്ങളുടേതാണ്, നിങ്ങൾക്കത് അതിനുള്ളൊരു സമയമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഈ തൂവലുകളൊക്കെ അല്ലേ, വെള്ള തൂവലുകൾ, പക്ഷിയുടെ തൂവൽ, ലവ് ബേർഡ്സ്, പിന്നെ മഴവില്ല്, അപ്പൂപ്പൻ താടി, അങ്ങനെയൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ചിലവർ വിചാരിക്കും ഏഞ്ചൽസിൻ്റെ പ്രസൻസ് ആണ് അതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഒരു രീതിക്ക് അപ്പം നമുക്കത് മനസ്സിലാവും. ആ ഒരു സൈൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അതിന് പറ്റിയൊരു സമയമാണെന്ന്. അതായത് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം
നിങ്ങളെന്താണോ ചോദിച്ചത്, ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു സയൻസ് നിങ്ങൾക്ക് ഏഞ്ചൽസ് കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങുമ്പോഴായിരിക്കും നിങ്ങളുടെ മനസ്സിലത് തോന്നി തരിക, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിലൂടെ നിങ്ങൾക്കത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് അർത്ഥം വരുന്ന രീതിയിൽ. ഇപ്പോൾ ഒരാളിപ്പോൾ നമ്മളോട് പറയും, അതല്ല അർത്ഥം രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിയ നമുക്ക് ഫീൽ ആവും. അതായത് നമ്മൾ കുട്ടിക്കാലത്ത് നമുക്കുണ്ടായിരുന്ന ഒരു ഇഷ്ടം, അല്ലെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ പേഴ്സണിനോട് നമുക്കൊരു അട്രാക്ഷൻ, നമ്മളുടെ ഒരു ഫ്രണ്ടോ, കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഫ്രണ്ടോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്മെല്ലുണ്ടാവും അല്ലേ, ആ ഒരു മണം നമുക്ക് ഇപ്പം ഫീലാവുക, അങ്ങനെയൊക്കെ. ഇപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് യൂണിവേഴ്സിൽ നിന്ന് ഏഞ്ചൽസ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അത് നമുക്കൊരു ശരിയായ സമയമാണ്, നമ്മുടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന് പറ്റിയൊരു ടൈമാണ്, അത് നമുക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങൾക്ക് ഏഞ്ചൽസ് കാണിച്ചു തരും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളതൊരു എന്താ പറയുക, ഒരു കോയിൻസിഡൻസ് ആയിട്ട് നിങ്ങളത് വിചാരിക്കാതെ അത് ഇപ്പോൾ ഒരേ കാര്യം ഇപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഏഞ്ചൽസ് കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മളത് വേണ്ടാന്ന് വെച്ച് മുമ്പോട്ട് പോകും. പക്ഷെ വേറെ വഴിയിൽ വേറെ ആൾക്കാർ വഴി അതേ കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളതൊരു അത് അപ്പോഴും തട്ടിക്കളയാതെ നിങ്ങൾ പോയത്, അതൊരു കോയിൻസിഡൻസ് അല്ല. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏഞ്ചൽസ് നിങ്ങളുടെ മുമ്പ് കൊണ്ടുവന്ന് തരുന്നതാണ്, മനസ്സിലാക്കി തന്നെ അതിലേക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ന്യൂ ഇയർ എല്ലാവരും സ്പെഷ്യലായിട്ട് തന്നെ ഏറ്റെടുക്കുക. അപ്പോൾ നമ്മൾ എന്താണോ വിത്ത് വിതയ്ക്കുക അതിൻ്റെ ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക അല്ലേ. നമ്മളിപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോ, നമ്മൾ അതിലേക്ക് എത്ര മുളക് പൊടി, ഉപ്പ്, എത്ര സാമ്പാർ പൊടി, എത്ര കഷ്ണങ്ങൾ ഇടുന്നു, അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് അല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മളതിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല, അത് കൊളായിപ്പോൾ. അതുപോലെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് മാത്രമേ നമ്മളുടെ അതിലേക്ക് എത്തുകയുള്ളൂ. അപ്പം നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങളുടെ ഏഞ്ചൽസ് പറയുന്നത്. പിന്നെ നിങ്ങൾ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, കാരണം നിങ്ങളെ യൂണിവേഴ്സ് സെലക്ട് ചെയ്തെടുത്ത വ്യക്തികളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു റീഡിങ്സ് വരുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. മറ്റവർക്കൊന്നും ആ ഒരു റീഡിങ് കിട്ടാനുള്ള ഒരു ഭാഗ്യമില്ലാത്തവരുണ്ടാവും. അപ്പം എൻ്റെ നല്ല കേട്ടോ, ഏത് ടാരോട്ട് റീഡിംഗ് ആയാലും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ യൂണിവേഴ്സ് സെലക്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. മറ്റവരിൽ നിന്ന് നിങ്ങൾ ഒരുപാട് വ്യത്യസ്തരാണ്. അപ്പോൾ അവർക്കില്ലാത്തൊരു കഴിവ് നിങ്ങൾക്കുണ്ട്, നിങ്ങളെ യൂണിവേഴ്സ് സെലക്ട് ചെയ്തവരാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ എല്ലാവരും പറയുന്ന പോലെയല്ല, ഞാനൊരു കാര്യം പറയണം, ഇതൊരു ന്യൂ ഇയറാണ്, സമ്മതിച്ചു. പക്ഷേ നമ്മുടെ 2025 നമ്മുടെ വീട് 2026 നമ്മൾ മാറ്റിയിട്ടില്ല അല്ലേ. ഇന്നലത്തെ അതേ വീട്ടിൽ തന്നെയാണ് നമ്മളുള്ളത്, ഇന്നലത്തെ അതേ പാരൻസാണ് നമുക്കുള്ളത്, ഇന്നലത്തെ അതേ റിലേഷൻസാണ് നമുക്കുള്ളത്, ഇന്നലത്തെ അതേ ജോബാണ് നമുക്കുള്ളത്. അപ്പോൾ ഇന്നലത്തെ സെയിം സിറ്റുവേഷൻസ് നമുക്ക് ഇന്നും ഉണ്ട്. അപ്പോൾ അതിലൊന്നൊരു മാറ്റം വന്നില്ല, ഇയർ മാത്രമാണ് മാറിയത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതേ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതേ അപ്രോച്ച് നമ്മൾ ചെയ്യരുത്, നമുക്ക് അതിലേക്കൊരു ഡിഫറെൻറ്റ് അപ്രോച്ച് ആയിരിക്കണം. അതാണ് ഈ 2026 നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ സെയിം സിറ്റുവേഷനോട് ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായിട്ടായിരിക്കും നിങ്ങൾ പെരുമാറിയിട്ടുണ്ടാവുക. പക്ഷേ ഇന്ന് അതേ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു റിയാക്ഷൻ മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു കുഞ്ഞ് അഡ്വൈസ് തന്നോട്ടെ. നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, മൈൻഡിന് 3 ലെവലുണ്ട്: കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. അപ്പോൾ ഈ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് ഒരു സബ് കോൺഷ്യസ് ലെവലിലായിരിക്കും ആ ഉണരുന്ന സമയം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇപ്പോൾ ഒരു 5 മണിക്ക് എണീക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 6 മണി വരെ നമ്മൾ മൊബൈൽ ഫോൺ നമ്മുടെ കൈ കൊണ്ട് തൊടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ അങ്ങനെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സ്റ്റാറ്റസ്, ന്യൂസുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ എഫക്റ്റ് ആവും. കാരണം ഈ ഒരു സബ് കോൺഷ്യസ് ലെവലിൽ നമ്മൾ എന്താണോ കാണുന്നത് അത് സ്റ്റോറായി കിടക്കും. അപ്പം നമ്മളിപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻ, അപ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ മിസ് ചെയ്യുന്നു, ആ വ്യക്തി ഇല്ല, നമ്മൾ ഒത്തിരി വിഷമങ്ങളാണ് നമ്മൾ ആ രാവിലെ
കഴിഞ്ഞിട്ട് ഉടനെ ഇതാക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ അവരുടെ സ്റ്റാറ്റസ്, അവരുടെ ഫോട്ടോസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതാണ് സ്റ്റോർ ആവുന്നത്. അപ്പം നമ്മളിപ്പം രാവിലെ എഴുന്നേറ്റ് പിന്നെ നമ്മുടെ കാര്യങ്ങൾ എടുത്തു നമ്മൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവിടെ കിടക്കുന്നത് നമുക്ക് ഈ വ്യക്തിയെ നഷ്ടപ്പെട്ടു, നമുക്കിനി അവരില്ല, നമ്മുടെ ലൈഫിൽ ഇനി അവരില്ല എന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോറായി കിടക്കുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മളിലേക്ക് യൂണിവേഴ്സിന് ഒരിക്കലും ഒരു പോസിറ്റീവ് എനർജി തരാൻ പറ്റില്ല. ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അപ്പം നമ്മൾ ഇതില്ല എന്നാണ് ഇത് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ എന്താണ്, നമുക്കതൊരിക്കലും നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ഫോണ് 1 അവറിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഒരു ടൈം നമുക്ക് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. അല്ലാത്തവർക്ക് മാനിഫെസ്റ്റേഷൻ ഇല്ലേ, ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 1212 ഏഞ്ചൽ നമ്പർ, 888 ഏഞ്ചൽ നമ്പർ, അങ്ങനെയൊക്കെ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നെഗറ്റീവായിരിക്കും. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ പലർക്കും അത് അപ്രൂവ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ഈ ഒരു നിങ്ങളുടെ പ്രെയർ, നിങ്ങൾ ഫസ്റ്റ് തന്നെ യൂണിവേഴ്സിനോട് താങ്ക്സാണ് പറയേണ്ടത്. കാരണം നമുക്ക് തന്ന ഈ ഒരു ഡേ നമുക്ക് അതൊരു പുതിയ ചാൻസാണ്. അതായത് നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താനും മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളൊരു നമുക്കൊരു പുതിയ ചാൻസാണ് നമുക്ക് ഈ ഒരു പുതിയ ഫ്രഷ് ഡേ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡേ കാണാതെ മരണപ്പെട്ടു പോയ ഒത്തിരി പേരുണ്ട്. അവർക്ക് ഒരു പുതിയ ചാൻസ് ദൈവം കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കത് കിട്ടിയതിന് നമ്മൾ ആദ്യം തന്നെ നന്ദി പറയണം. അതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിലേക്ക് നിങ്ങൾ സമർപ്പിക്കേണ്ട ഒരു ടൈമാണത്, ആ ഒരു 1 അവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ 1 അവർ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 1 അവർ നിങ്ങൾക്ക് എടുത്ത് വെക്കാൻ. ഈ ഒരു 1 അവറിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ നഷ്ടപ്പെട്ട ഈ ഒരു ഈ വ്യക്തിയുടെ ഒരു നെഗറ്റീവ് കാര്യങ്ങളും നിങ്ങളപ്പോൾ ചിന്തിക്കരുത്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ആ വ്യക്തിയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ടൂറ് പോകുന്നതും നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതും, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്, നമ്മളിങ്ങനെ വാരി കൊടുക്കുന്നത്, അങ്ങനെ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അത് നടന്നതായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷിക്കുക. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സ്റ്റോറാവും. അത് സ്റ്റോറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളതിനുശേഷം നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ജോലിക്ക് പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് നടന്ന കാര്യമാണ്, ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളറിയില്ല, പക്ഷെ നമ്മുടെ മൈൻഡ് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു വ്യക്തിയെ കണക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പോൾ നിങ്ങൾ അകന്നിരിക്കുവാണെങ്കിൽ നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റിയൊരു വ്യക്തി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ അകന്നു പോയിട്ടുള്ള ഈ ഒരു വ്യക്തി നമ്മുടെ മുമ്പിലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു സംസാരിക്കാനുള്ള ഒരു അവസരങ്ങൾ വരിക, അല്ലെങ്കിൽ ഒരു മിസ്ഡ് കോൾ, ഒരു മെസ്സേജ്, അങ്ങനത്തെ രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തരും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് നടക്കുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നിങ്ങളൊരു ചെടി കുഴിച്ചിട്ട് ആ ചെടി മരമായി വളർന്നാൽ മാത്രമേ കായ കിട്ടുള്ളൂ. അതിന് നമ്മളിപ്പോൾ 2 ദിവസം വെള്ളമൊഴിച്ച് ഒരു 10 ദിവസം വെള്ളമൊഴിച്ചില്ലെങ്കിൽ അത് വാടിപ്പോവും. അതുകൊണ്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഇത്രയായി നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾ ഇതിനൊന്നൊന്ന് ശ്രമിച്ച് നോക്ക്. ഒരു 1 മന്ത്, ഒരു 2 മന്തൊക്കെ അല്ലേ ഇനി നഷ്ടപ്പെടാനുള്ളൂ. ഈ ഒരു 2 മന്ത് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരും. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു കാർഡ് പറഞ്ഞ മാതിരി ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ പഴയ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു നെഗറ്റീവ് അവരിലേക്ക് കൊടുക്കരുത്. നിങ്ങൾക്ക് ഈ റിലേഷൻ വേണമെന്നാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പോവുക. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇതിന് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ജോലിയാണെങ്കിൽ, ഇപ്പോൾ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളിപ്പം അമേരിക്കയോ ന്യൂസിലാൻഡോ ഓസ്ട്രേലിയ ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും. നമ്മളവിടെ വീടെടുക്കുന്നു, നമ്മളവിടെ വർക്ക് ചെയ്യുന്നു, നമ്മൾ രാവിലെ എഴുന്നേറ്റ് അവിടെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വന്ന് നമ്മൾ അവിടെ കിച്ചൺ വർക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മളവിടെ ടൂറ് പോകുന്നു, ഐസിൽ കളിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുക. അപ്പോഴാണ് ഇതിനുള്ള നമുക്കുള്ള അവിടേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് ശരിക്കും പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെയാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതാവുക. അപ്പോൾ നമുക്ക്
നമ്മളൊരിക്കലും യൂണിവേഴ്സിനോട് അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കരുത്. നമുക്കത് കിട്ടി എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊക്കെ സക്സസ് ആയിട്ട് വരും. അപ്പോൾ എത്രയാണ് എനിക്ക് പറയാനുള്ളൊരു അഡ്വൈസ്. അപ്പോൾ 1 അവർ നിങ്ങളോട് മൊബൈൽ നോക്കരുത് പറയുന്നത്, നമ്മൾ ഈ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയാണെങ്കിൽ തന്നെ നമ്മുടെ കൂടെ പഠിച്ച ഒരാൾ ഇപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്നവരുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സങ്കടം വരും, എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ ആ ഒരു സങ്കടം സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട് നമ്മളൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആ ഭയം നമുക്ക് പുറത്തേക്ക് വരും. ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് കിട്ടുമോ, നമ്മൾ എത്തില്ലല്ലോ, അവർക്ക് എത്തിയപ്പോൾ നമുക്ക് കിട്ടില്ല, ആ ഒരു നെഗറ്റീവ് വരുന്നതുകൊണ്ട് നമുക്ക് ആ ഇൻ്റർവ്യൂ ഫെയിലാവും. അതുകൊണ്ടാണ് നിങ്ങളോട് 1 അവർ മൊബൈൽ നോക്കരുത് പറയുന്നത്. മൊബൈൽ മാത്രമല്ല, ഈ ന്യൂസ് പേപ്പേഴ്സും 1 അവർ വായിക്കണം. കാരണം 1 അവറിൽ ഈ ന്യൂസ് പേപ്പറിൽ അവിടെ കൊലപാതകം നടന്നു, ഇവിടെ അവരെ പറ്റിച്ചു, അപ്പോൾ മറ്റുള്ളവരുടെ ലൈഫിലെ വിഷമങ്ങളും നെഗറ്റീവ്സുമാണ് ആ ഒരു കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു 1 അവറിലേക്ക് നിങ്ങൾ മാറ്റിയെടുത്തിട്ട് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുകയാണ്. ഞാൻ നിങ്ങളോട് ബൈബിളോ ഖുറാനോ അല്ലെങ്കിൽ ഗീതയോ രാമായണമൊക്കെ വായിക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദൈവികത്വം ആ ഒരു ടൈമിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അതിന് താല്പര്യമില്ലാത്തവരാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. എങ്ങനെയായാലും നിങ്ങൾ പോസിറ്റീവ് ഒരു ഹാപ്പി ആയിട്ടിരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആ ഒരു ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഹാപ്പി ഹോർമോൺസാണ് നമുക്ക് റിലീസാവുന്നത്. അല്ലാത്ത സമയത്ത് നമുക്ക് അൺഹാപ്പി ഹോർമോൺസാണ് റിലീസാവുക. അപ്പോൾ ബോഡിയിലും അതിലുള്ള ചേഞ്ചസ് വരും. പിന്നെ നമ്മുടെ മൈൻഡിന് നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒത്തിരി വിഷമമുള്ള സമയമാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ, അതായത് എക്സസൈസ് അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വർക്കിംഗ് ആണ് അല്ലേ, ഹീറ്റ് ബോഡി വർക്കിംഗ് ആവുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ നിന്ന് ഈ ഒരു കാര്യം വിട്ടുപോകും, ഈ നെഗറ്റീവായിട്ടുള്ള. പിന്നെ നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്നത്. നമ്മളൊരു കാര്യത്തിലേക്ക് നമുക്കൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം വിട്ടുപോകും. പക്ഷെ നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതിങ്ങനെ ഓർത്ത് വരും. കാരണം അവരുടെ ഫിസിക്കലി അവർ ആക്റ്റീവ് ആവുന്നില്ല. അപ്പം ഇരുന്നുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് ഈ പഴയ കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് വരുന്നത്. പക്ഷെ ഒരു ഫിസിക്കൽ വർക്ക് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിന് ആ ഫിസിക്കലി ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ഹോർമോണൽ ചേഞ്ചസിൽ വരുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വിഷമിക്കുന്ന ആ ഒരു അവസ്ഥ മാറിക്കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം രാവിലെ ഒരു മെഡിറ്റേഷനോ യോഗയോ ഒക്കെ ചെയ്യാം. ഒരു 10 മിനിറ്റ് നടക്കുക. നിങ്ങൾ ഭൂമിയിൽ പുറത്തൊക്കെ നടക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിന് ചുറ്റും നടക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ചെരുപ്പില്ലാതെ നടക്കുക. കാരണം നമ്മളൊരു മാഗ്നറ്റ് എടുത്ത് ഭൂമിയിലിട്ടാൽ നമുക്ക് മനസ്സിലാവും കുറേ പൊടികൾ ആ മാഗ്നറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന, അത് അയേണാണ്. അപ്പോൾ നമുക്ക് അയേൺ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പിടാതെ ഒരു 10 മിനിറ്റ് നടക്കുക. അപ്പം നമുക്ക് അയേൺ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും. ആ ഒരു എനർജി നമ്മളിലേക്ക് കയറും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ ദാഹിക്കുമ്പോഴല്ല വെള്ളം കുടിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ബോഡിയുടെ ലാസ്റ്റ് സ്റ്റേജിലാണ്, സെൽസിൽ അത്രയും വെള്ളം ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ദാഹം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. അപ്പോൾ ഓരോ 1 അവർക്ക് ഇടവിട്ട് നമ്മൾ കുറച്ചെങ്കിലും വെള്ളം കുടിക്കുക. ഈ കിഡ്നിക്കൊക്കെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഉള്ളവരൊന്നും വെള്ളം അങ്ങനെ ആർഭാടായിട്ട് കുടിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അല്ലാത്ത നോർമലായിട്ടുള്ള വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ 2026 ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇയർ ആശംസിക്കുന്നു. ഒന്ന് ഞാൻ പറയുന്നത്, ഒരു ദിവസത്തിൽ കുറച്ച് നിങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ ഒരാഴ്ച നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളറിയില്ല, ഇപ്പോൾ ഒരു സിഗരറ്റ് സ്മോക്കിംഗ് ആയിട്ടുള്ളൊരു വ്യക്തി അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു വിറയൽ ഒക്കെ വരും. കാരണം അത്രയും എന്താ അതിനെ പറയാം, അതൊരു ഡി അഡിക്ഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഒരു സിംറ്റംസാണത്. അപ്പോൾ അതൊരു അസുഖമല്ല, പക്ഷെ നിങ്ങളുടെ ബോഡി അതിനോട് റിയാക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങളിപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു 1 വീക്ക് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ചെയ്തുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു 100% ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ലൈഫ് 2026
ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻ ഞാൻ വരുത്തണം എന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. മുഖം കുറയ്ക്കാൻ ഞാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിലേക്ക് ഇത്രയും പറഞ്ഞത്. അതാകുമ്പോൾ എല്ലാവർക്കും താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ അത്രയാണ്. താങ്ക് യു ഓൾ.